നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന സർക്കാർ ഡോക്ടർമാർക്ക് 20,000 രൂപ അധിക ശമ്പളം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ. കഴിഞ്ഞ സർക്കാരിന്റെ ആശുപത്രി വികസനം കടലാസിൽ മാത്രമായിരുന്നുവെന്നും മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ല പുരോഗതിയുടെ പാതയിലെന്ന് മന്ത്രി മംഗളം കുടിയേരി. കാലത്തിന്റെ മാറ്റമനുസരിച്ച് അധ്യാപകർ കഴിവുള്ളവർ ആയിരിക്കണമെന്നും മന്ത്രി. ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് SNDP വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ CPM പ്രക്ഷോഭം ആരംഭിക്കുന്നു. മലപ്പുറം ജില്ലയിലെ പ്രക്ഷോഭങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നും ആരംഭിച്ചു. നീതി വേഗത്തിൽ കിട്ടാൻ മണ്ണാർക്കാട് താലൂക്കിൽ സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. അദാലത്ത് ഈ മാസം 16 മുതൽ 20 വരെ വിവിധ കേന്ദ്രങ്ങളിൽ. പെരിന്തൽമണ്ണ താഴേക്കോട് കടകളിൽ പോലീസ് പരിശോധന. വിദ്യാലയങ്ങൾക്ക് സമീപത്തെ കടകളിൽ നിന്നും പാൻ മസാല പിടികൂടി. പൈക്ക സംസ്ഥാന ഗെയിംസ് പെരിന്തൽമണ്ണയിൽ നടക്കുന്നു. ഖോഖോ മത്സരത്തിൽ പാലക്കാട് ജില്ലയിലെ 2 ടീമുകളും ഫൈനലിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് ജില്ലയിൽ സേവനമനുഷ്ഠിക്കാൻ തയ്യാറാകുന്ന ഡോക്ടർമാർക്ക് 20,000 രൂപ അധിക ശമ്പളമായി നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ പറഞ്ഞു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹെൽത്ത് കാർഡ് വിതരണോദ്ഘാടനം പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ നഴ്സുമാരുടെ യൂണിഫോമായ സാരിയിൽ നിന്നും ചുരിദാറാക്കി മാറ്റിയിട്ടുണ്ട്. ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസത്തോടൊപ്പം ആരോഗ്യ പദ്ധതി കൂടി വകുപ്പ് നടപ്പിലാക്കുന്നത്. വൈകല്യങ്ങൾ പ്രാരംഭത്തിലെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ ഭാവിയിൽ പുതിയ തലമുറയ്ക്കുണ്ടാകുന്ന ഒട്ടേറെ ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നും വി.എസ്. ശിവകുമാർ പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഡോക്ടർമാരെ എല്ലാ ജില്ലയിലും ഡോക്ടർമാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ജില്ലയിൽ കൂടുതലായിട്ട് ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്നതിന് അവർക്ക് കൂടുതലായിട്ടുള്ള സൗകര്യം ഒരുക്കാൻ ഓരോ ഡോക്ടർമാർക്കും 20,000 രൂപ കൂടി അടിഷണലായിട്ട് സാലറി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം അവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം നല്ലൊരു തീരുമാനം ജില്ലാ ആശുപത്രിയിൽ ഗ്യാസ് ലേബറിന്റെ സൗകര്യം അത് ലഭ്യമാകുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം നാളെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ഡോക്ടർമാരാകുന്നവരുണ്ട്. അതുപോലെ നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. കേരളത്തിൽ ഇതുവരെ നമ്മുടെ നേഴ്സസ് അവരെ ഈ സാരിയാണ് അവരുടെ യൂണിഫോം അത് ചുരിദാറിലേക്ക് മാറ്റിയ കാര്യം കൂടെ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ വകുപ്പ് വളരെ അധികം കാര്യങ്ങൾ ഈ രംഗത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഈ മാസം 14 തീയതി മുതൽ സംസ്ഥാനത്തൊട്ടാകെ 8,300 വിദ്യാലയങ്ങളെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ 45 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഹെൽത്ത് കാർഡിന്റെ പ്രയോജനം ലഭ്യമാകുമെന്നും വി.എസ്. ശിവകുമാർ കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആരോഗ്യ പരിശോധന നടത്തി നൽകുന്ന ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനമാണ് പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വി.എസ്. ശിവകുമാർ നിർവഹിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ M. ഹംസ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. വേണുഗോപാൽ വിഷയാവതരണം നടത്തി. വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC രാമൻകുട്ടി, KK ഗൗരി, റഫീഖ പാറക്കൂട്ടിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം PS അബ്ദുൽ ഖാദർ, ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ പാറുക്കുട്ടി, K. രവീന്ദ്രനാഥ്, K. ശ്രീവത്സൻ, AK ഷീലാദേവി, N. ഹരിദാസ്, അബ്ബാസ് അലി, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ CC ജയശങ്കർ, ചെർപ്പളശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ M. ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി.എസ്. ശിവകുമാർ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ല പുരോഗതിയുടെ പാതയിലാണെന്ന് മന്ത്രി മംഗളം കുടിയേരി പറഞ്ഞു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അധ്യാപക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ കഴിവുള്ളവരാകണമെന്നും മന്ത്രി പറഞ്ഞു. വിവരസാങ്കേതിക രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുന്നവരാണ് ഇന്നത്തെ വിദ്യാർത്ഥികളെന്നും കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകരും കഴിവുള്ളവർ ആയിരിക്കണമെന്നും മന്ത്രി മഞ്ഞളാംകുഴിയേലി പറഞ്ഞു. ഇന്ന് ഇന്റർനെറ്റിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രായോഗികമാണ്. എല്ലായിടത്തും നമ്മുടെ കോമണായിട്ടുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇന്നതിനേക്കാൾ എത്രയോ വലിയ വിദ്യാഭ്യാസം നമ്മൾ വിചാരിച്ചതിനേക്കാളും എത്രയോ വലിയ സ്റ്റാൻഡേർഡിൽ അവരുടെ വിദ്യാഭ്യാസം നേടുന്നത് വളരെ വലിയ വിജയമാണ്. അപ്പൊ അധ്യാപകരായ നമ്മൾ എന്ത് ചെയ്യുന്നു? റഫറൻസ് കോഴ്സിൽ പോയതുകൊണ്ടൊന്നും നമുക്ക് പിന്നെ പെട്ടെന്ന് ഉണ്ടാവാൻ. അപ്പൊ നിങ്ങൾ നിരന്തരം വിദ്യാർത്ഥികളായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് വരുന്ന ഈ സമൂഹത്തിൽ പുതുതായി വരുന്ന ഈ കുട്ടികളെ നമുക്ക് ശരിക്കും പിന്നെ വിദ്യാഭ്യാസിപ്പിക്കാൻ കഴിയും. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിറീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM ഇന്ദിര മുഖ്യപ്രഭാഷണം നടത്തി.
വിദ്യാഭ്യാസ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ EP രാധാകൃഷ്ണൻ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി രേഖ അവതരിപ്പിച്ചു. താഴക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK നാസർ, വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷാത്ത് ബാനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VP റഷീദ്, MJ മാത്യു, PPOP അബ്ദുൽ സലാം, N സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇഫക്റ്റീവ് ടീച്ചർ എന്ന വിഷയത്തിൽ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് പ്രൊഫസർ ഡോക്ടർ PT അബ്ദുൽ അസീസ് വിഷയം അവതരിപ്പിച്ചു. ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ വേണു പുഞ്ചപ്പാടവും അവതരിപ്പിച്ചു. 300ഓളം അധ്യാപകർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. SNDP NSS ഐക്യം രാഷ്ട്രീയ പാർട്ടിയാവാനല്ല, രാഷ്ട്രീയ ശക്തിയാവാനാണെന്നും തുഷാർ വെള്ളാപ്പള്ളി മണ്ണാർക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് ഭരണം മൊത്തം അവരുടെ കയ്യിലാണെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് കിട്ടാത്ത, ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടാത്തതിന് കാരണം ഭൂരിപക്ഷങ്ങളാണ് കൊടുക്കാത്തതെന്നാണ്. ഭൂരിപക്ഷത്തിലുള്ള ആരാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്? കേരളം ഭരിക്കുന്നതിൽ ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെടുന്ന വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഭരിക്കുന്നുള്ളൂ. അവർ കാലത്ത് അവിടെ ഓടിക്കൊള്ളവരല്ല. കേരളത്തിലെ ഭരണം നടപ്പിലാക്കുന്നത് മുഴുവൻ ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകളാണെന്ന് അവർ തന്നെ ബാധിക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഭരണം അവർ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നു, അവർ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ വെറുതെ നോക്കി നിൽക്കുന്നവർ ചീത്ത വിളിക്കുന്ന വല്ല പ്രയോജനമുണ്ടോ? ഈ പറയാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽ കേരളത്തിന്റെ മുഴുവനുള്ള ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ധൈര്യമുണ്ടോ അവർക്ക് കേരളത്തിലെ മുഴുവൻ MLA മന്ത്രിമാരുടെ ലിസ്റ്റ് എടുക്കാം, നമുക്ക് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് നമ്പർ എടുക്കാം, എന്നിട്ട് സാമൂഹിക രീതി എന്താ നടപ്പിലാക്കിയിട്ടുള്ളത് കാണട്ടെ. ഇവർക്കത് പറയാനോ പബ്ലിക് അങ്ങനെ രാജിവെച്ച് പോകാൻ തയ്യാറാണോ? ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ CPM പ്രക്ഷോഭം ആരംഭിക്കുന്നു. സമരത്തിന്റെ ഭാഗമായി കർഷക തൊഴിലാളി ഏരിയ കൺവെൻഷനുകൾ സംഘടിപ്പിക്കും. മലപ്പുറം ജില്ലയിലെ ആദ്യ ഏരിയ കൺവെൻഷൻ പെരിന്തൽമണ്ണയിൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിനോട് സാധാരണഗതിയിൽ മെമ്മോറാണ്ടം കൊടുക്കുക, നിയമസഭയിൽ പോയിട്ട് പ്രസംഗിക്കുക, ആവശ്യപ്പെടുക, ഇതൊക്കെ ചെയ്തിട്ടും ഫലമില്ലെന്ന് കണ്ടാൽ പിന്നെ വേണ്ടത് എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി എന്നുള്ള മട്ടിൽ ബന്ധപ്പെട്ട ആളുകൾ ആ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകലാണ്. ആ പോക്കാണ് ഇപ്പൊ ഈ സമരം. ഭൂപരിഷ്കരണം അട്ടിമറിക്കുന്നതിനെതിരെ CPM സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ഏരിയ വില്ലേജ് തലങ്ങളിലും കർഷക തൊഴിലാളി സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിക്കും. സംസ്ഥാന പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിക്കുന്ന കൺവെൻഷനുകളുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിൽ കൺവെൻഷൻ നടന്നത്. CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി NP ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി ജ്യോതിബാസ്, KSKTU ജില്ലാ സെക്രട്ടറി വേലായുധൻ വള്ളിക്കുന്ന്, പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി KT നാരായണൻ, TK ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജാഥകൾ, വില്ലേജുകളിൽ കാൽനട ജാഥകൾ, വില്ലേജ് ഓഫീസ് പിക്കറ്റിംഗ്, മിച്ചഭൂമി കൈയടക്കിയുള്ള സമരം, ജയിൽ നിറക്കൽ സമരം തുടങ്ങിയ സമരങ്ങളാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. വിവിധ കേസുകളും തർക്കങ്ങളും പരിഹരിക്കാൻ മണ്ണാർക്കാട് താലൂക്കിൽ സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഈ മാസം 16 മുതൽ 20 വരെയാണ് വിവിധ ഭാഗങ്ങളിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയാണ് സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമം, കുടുംബ തർക്കങ്ങൾ, പെറ്റി കോമ്പൗണ്ടബിൾ, ക്രിമിനൽ കേസുകൾ, ബാങ്ക് ലോൺ കേസുകൾ, സിവിൽ കേസുകൾ തുടങ്ങി കോടതിയിൽ നിലവിൽ ഉള്ളതും അല്ലാത്തതുമായ എല്ലാവിധ കേസുകളും പരാതികളും പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 16-ന് പള്ളിക്കുറുപ്പ് ശബരി ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന അദാലത്തിൽ മണ്ണാർക്കാട്, കാരാക്കുറിശി, കരിമ്പ, തെങ്കര, കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളിലെ കേസുകളും പരാതികളും പരിഗണിക്കും. 17-ാം തീയതി അഗളി അഹാഡ്സിൽ വെച്ച് നടക്കുന്ന അദാലത്തിൽ അഗളി, പുത്തൂർ, ഷോളയൂർ എന്നീ പഞ്ചായത്തുകളിലെ കേസുകളാണ് പരിഗണിക്കുന്നത്. 19-ാം തീയതി നാട്ടുകൽ അണ്ണാൻതൊടി CH ഹാളിൽ നടക്കുന്ന അദാലത്തിൽ കുമരമ്പത്തൂർ, തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളിലെ കേസുകളും പരിഗണിക്കും. 20-ാം തീയതി എടത്തനാട്ടുകരയിൽ വെച്ച് നടക്കുന്ന അദാലത്തിൽ അലനല്ലൂർ, കോട്ടപ്പാടം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ കേസുകളും പരാതികളുമാണ് പരിഗണിക്കുന്നത്. മണ്ണാർക്കാട് മുൻസിഫ് മജിസ്ട്രേറ്റ് PV റജുല, താലൂക്ക് ലീഗൽ സെക്രട്ടറി പ്രഭാവതി, മണ്ണാർക്കാട് കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KV മണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഈ സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് 29-ാം തീയതി ഡിസ്ട്രിക്ട് ലെവൽ താലൂക്ക് അതോറിറ്റിയുടെ ചെയർമാനായ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജ് 29-ാം തീയതി ആലത്തൂരിൽ വെച്ച് ഉദ്ഘാടനം നടക്കും. അത് തുടങ്ങിയത് വടക്കാഞ്ചേരി വെച്ചാണ് ഈ പാലക്കാട് ജില്ലയിലെ തുടക്കം. ഈ നമ്മളുടെ മണ്ണാർക്കാട് താലൂക്കിൽ ലീഗൽ സർവീസസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് നവംബർ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നടത്തപ്പെടുന്നതാണ്. ഇതിന്റെ ഉദ്ഘാടനം 16-ാം തീയതി പള്ളിക്കുറുപ്പ് ശബരി ഹൈസ്കൂളിൽ വെച്ച് 9:30 രാവിലെ കാലത്ത് 9:30 ആരംഭിക്കുന്നതാണ്.
പെരിന്തൽമണ്ണ താഴേക്കോട് കടകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തി. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ പാൻ മസാല, ഹാൻസ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ വിൽക്കുന്നതായും ഉപയോഗിക്കുന്നതായും അധ്യാപകർ കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് സ്കൂളിന് സമീപത്തെയും താഴേക്കോട്ടെയും വിവിധ കടകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ ലഭിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അധ്യാപകർ പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് പോലീസ് എത്തി താഴേക്കോട് കടകളിൽ പരിശോധന നടത്തിയത്. 2 കടകളിൽ നിന്നായി പാൻ മസാല, മധു തുടങ്ങിയ ലഹരി വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. വനിതാ സബ് ഇൻസ്പെക്ടർ C. ഇന്ദിരയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘമാണ് കടകളിൽ പരിശോധന നടത്തിയത്. നിരോധിച്ച ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ പേരിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെയാണ് കഴിഞ്ഞ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളെയും താലൂക്ക് ആശുപത്രികളുടെയും വികസനം നടത്തിയതെന്ന് ആരോഗ്യമന്ത്രി V.S. ശിവകുമാർ കുറ്റപ്പെടുത്തി. ഈ അപാകത പരിശോധിക്കുന്നതിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അത് സിപിക്കറിയാം, കുറേയധികം PHCകളെ CHCകളായി ഉയർത്തി, CHCകളെ താലൂക്ക് ആശുപത്രികളായി ഉയർത്തിയെന്ന് പറഞ്ഞാൽ ബോർഡ് മാറ്റി വാങ്ങിക്കുക മാത്രമാണ് ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഉയർത്തിയെന്ന് പറഞ്ഞാൽ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയ താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫിന്റെ ശ്രദ്ധ അവിടെ അനുവദിക്കണം, അടിസ്ഥാന കിടക്കകൾ കൂടുതൽ അനുവദിക്കണം. അല്ലാതെ അവിടെ നിന്ന് ബോർഡ് മാറ്റി ഇവിടെ കൊണ്ടുപോയി ആശുപത്രി വെക്കുന്നതായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ 15ഓളം ആശുപത്രി കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇങ്ങനെ ഉയർത്തി. അപ്പോൾ അത് ഒരു പ്രോജക്ട്, ഒരു പദ്ധതിയായിട്ട് എടുത്തിട്ട് ഒരു റിപ്പോർട്ടായി തരാൻ DHSനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാർത്തകൾ തുടരുന്നു. പൈക്ക സംസ്ഥാന ഗെയിംസിലെ ചാമ്പ്യൻഷിപ്പുകൾ പെരിന്തൽമണ്ണയിൽ തുടങ്ങി. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗെയിംസിൽ വോളിബോൾ, ഖോ-ഖോ, കബഡി ചാമ്പ്യൻഷിപ്പുകളാണ് നടക്കുന്നത്. മന്ത്രി മഞ്ഞളാംകുഴി അലി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പൈക്ക ഗെയിംസിലെ ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഖോ-ഖോ, കബഡി, ഹോക്കി, അത്ലറ്റിക്സ്, സ്വിമ്മിംഗ്, ജൂഡോ, റെസ്ലിംഗ്, ടൈക്കോണ്ടോ എന്നീ ചാമ്പ്യൻഷിപ്പുകൾ തൃശൂരിലും കോട്ടയത്തും പെരിന്തൽമണ്ണയിലുമായാണ് നടക്കുന്നത്. ഇതിൽ വോളിബോൾ, ഖോ-ഖോ, കബഡി ചാമ്പ്യൻഷിപ്പുകളാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. 3 ഗെയിമുകളിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾക്ക് ഒരേ സമയം കളിക്കുന്നതിന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ 6 കോർട്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 14 ജില്ലാ ടീമുകൾ വോളിബോൾ, ഖോ-ഖോ, കബഡി ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൌൺസിലാണ് ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടകർ. ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച രാവിലെ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും പൈക്ക കായിക വികസന പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 10 വർഷത്തിനിടയിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും ഇതേപോലുള്ള പദ്ധതികൾ എത്തിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലുള്ള പരിപാടികൾ വളരെ വ്യാപൃതമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ വളരെ വലിയ വ്യത്യാസങ്ങൾ നമ്മളെ സ്പോർട്സ് രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 75% ഇതിനുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. 49 ഗ്രാമപഞ്ചായത്തിനും 6 ബ്ലോക്ക് പഞ്ചായത്തിനും മലപ്പുറം ജില്ലയിൽ ഇതിനകം ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ക്യാമ്പുകളിൽ കൂടി, ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ കൂടി അടുത്ത കാലങ്ങളിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK കുഞ്ഞു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. ശ്രീരാമകൃഷ്ണൻ MLA ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, മുൻ MLA V. ശശികുമാർ, നഗരസഭാ ചെയർപേഴ്സൺ നിഷ അനിൽരാജ്, വൈസ് ചെയർമാൻ M. മുഹമ്മദ് സലീം, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ, കേരള വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി നാലകത്ത് ബഷീർ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് A. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന പൈക്ക ഗെയിംസിലെ ഖോ-ഖോ മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പാലക്കാട് ജില്ലാ ടീമുകൾ ഫൈനലിൽ. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവുമാണ് എതിരാളികൾ. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരിനെ പരാജയപ്പെടുത്തിയാണ് പാലക്കാട് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരത്തെ തോൽപ്പിച്ചാണ് ആൺകുട്ടികളുടെ പാലക്കാട് ടീം ഫൈനലിൽ എത്തിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരത്തെയും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറത്തെയും പാലക്കാട് ഫൈനലിൽ നേരിടും. പെൺകുട്ടികളുടെ മത്സരത്തിൽ മലപ്പുറം തിരുവനന്തപുരത്തോട് പരാജയപ്പെട്ടു. ആൺകുട്ടികളുടെ ഖോ-ഖോ മത്സരത്തിൽ തൃശൂരിനെ തോൽപ്പിച്ചാണ് മലപ്പുറം ഫൈനലിലെത്തിയത്. കബഡിയിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറം, കാസർഗോഡ്, പാലക്കാട്, തൃശൂർ ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയം, മലപ്പുറം, കൊല്ലം, തൃശൂർ ടീമുകളും സെമിഫൈനലിൽ കടന്നു. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തേണ്ടി വരുന്നത് UDF ഭരണകാലത്ത് മാത്രമാണെന്ന് KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മദനമോഹനൻ പറഞ്ഞു. KSTA ഷൊർണൂർ ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2644 അൺ എക്കണോമിക് വിദ്യാലയങ്ങളുടെ എണ്ണം ഇന്ന് 4625 വർദ്ധിച്ചുവെന്നും മദനമോഹനൻ പറഞ്ഞു. ചില കാലഘട്ടങ്ങളിൽ നാം പ്രത്യേകം പ്രക്ഷോഭങ്ങൾ നടത്താറുണ്ട്.
ആ കാലഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ്. എന്താ പൊതുവിദ്യാഭ്യാസത്തിന് സംഭവിച്ചിട്ടുള്ള അപകടം? ഞാൻ പറഞ്ഞത് 2644 വിദ്യാലയങ്ങൾ ഏതാണ്ട് 10 വർഷം മുൻപ്. ഇരുമ്പാലശ്ശേരി UP സ്കൂളിൽ നടന്ന KST സ്വർണ്ണ ഉപജില്ലാ സമ്മേളനത്തിൽ K. അച്യുതൻകുട്ടി, NP കോമളം, C. ബാബു, KM വാസുദേവൻ, M. മണികണ്ഠൻ, P. ബാലകൃഷ്ണൻ, K. പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ദർശനം ഉയർത്തിപ്പിടിച്ചാണ് പ്രഭാകരൻ നമ്പ്യാർ ജീവിച്ചതെന്ന് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വല്ലപ്പുഴയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് ദർശനങ്ങളിലൂടെ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ KV പ്രഭാകരൻ നമ്പ്യാർക്ക് കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനുള്ള സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്നും കോൺഗ്രസിന്റെ മഹത്തായ ഉന്നതമായ ദർശനം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം മുന്നോട്ട് പോയത് എന്നുള്ളത് യാഥാർത്ഥ്യം. നമ്മുടെ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യം ജനാധിപത്യ മതേതര സംസ്കാരം അത് ഉയർത്തിപ്പിടിക്കുവാനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ ആ സന്ദേശം ജനങ്ങളിൽ പ്രചരിപ്പിക്കുവാനും അതുവഴി സമൂഹത്തിന്റെ നന്മയിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും DCC വൈസ് പ്രസിഡന്റും വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന KV പ്രഭാകരൻ നമ്പ്യാരെ അനുസ്മരിക്കാനാണ് യോഗം സംഘടിപ്പിച്ചത്. CP മുഹമ്മദ് MLA അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, KPCC അംഗം VK ശ്രീകണ്ഠൻ, DCC സെക്രട്ടറി K അബ്ദുറഹ്മാൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. മലയാള ഭാഷയെ മറക്കുന്ന സംസ്കാരമാണ് മലയാളികൾക്കെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. അഖിലേന്ത്യാ എഴുത്തച്ഛൻ സമുദായ സംഘടനയുടെ വാർഷിക പൊതുയോഗവും സ്കോളർഷിപ്പ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലയാള ഭാഷയുടെ മഹത്തായ സംസ്കാരം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മലയാള ഭാഷയുടെ പ്രചാരണം സംസാരിക്കില്ല എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹം അത് അവർ ചെയ്യുന്നത് മറ്റു ഭാഷകൾ പഠിക്കുക എന്ന് പറയുന്നില്ല. പക്ഷെ സ്വന്തം ഭാഷയെ മറക്കുക എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ മറക്കുക എന്ന് പറയുന്നത് തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ വാണിയംകുളം BM UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ P. പാറക്കുട്ടി, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഭാസ്കരൻ, DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, VK ശ്രീകണ്ഠൻ, V. ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ക്ഷീരകർഷക തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ക്ഷീരകർഷകരെ ആദരിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകരെ 2 പശുക്കളിൽ കൂടുതലായി പശുക്കളെ വളർത്തുന്ന ക്ഷീരകർഷകരെ ദേശീയ തൊഴിലാളി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് സജീവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ഞാൻ ഇതിനകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകാനുള്ള ആലോചനകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു. ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷീരകർഷക തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NK കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സച്ചിൻ പെരുമ്പറക്കോട്, മനോജ് സ്റ്റീഫൻ, ജോസ് തോമസ്, TR രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് IMA ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിൽ നടക്കുന്ന IMA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് IMA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇരിക്കുന്ന ഡ്രഗില് നല്ലൊരു ശതമാനം സബ്സ്റ്റാൻഡാണ്. എന്താ സബ്സ്റ്റാൻഡാർഡ് അറിയാലോ അല്ലേ? അതിനകത്ത് 250 മില്ലിഗ്രാമാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ 200 കാണും. അപ്പൊ അതിനുള്ള ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം അപ് ടു ഡേറ്റ് ആക്കാനുള്ളത് ശരിക്കും നമ്മുടെ സർക്കാരിന് ഇല്ല. സംസ്ഥാന സർക്കാരിന്റെ കൺട്രോൾ പ്രൊഡക്ട്സിന്റെ കീഴിലോ കെമിക്കൽ അനാലിസിസ് ലാബിലോ ഇല്ല. ഗുണനിലവാരമുള്ള മരുന്നുകൾ രോഗികൾക്ക് നൽകണമെങ്കിൽ കൃത്യമായ പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇക്കാര്യം ഉറപ്പുവരുത്താതെയാണ് സംസ്ഥാനത്ത് മരുന്ന് വിൽപ്പന നടക്കുന്നതെന്നും IMA ഭാരവാഹികൾ പറഞ്ഞു. വ്യാജ ഡോക്ടർമാരെ തടയാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ആശുപത്രി സംരക്ഷണ നിയമം വൈകാതെ നടപ്പാക്കണം. ആരോഗ്യ മേഖലയുടെ സമഗ്രമായ വികസനത്തിന് ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും IMA പിന്തുണ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
വാടാനംകുറിശി ബ്ലൂ ഡയമണ്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് IMA സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ J. രാജഗോപാലൻ നായർ, സെക്രട്ടറി ഡോക്ടർ AV ബാബു, ഡോക്ടർ G. വിജയകുമാർ, ഡോക്ടർ MN മേനോൻ, KV ദേവദാസ്, കമറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. SNDP മണ്ണാർക്കാട് യൂണിയൻ കൺവെൻഷൻ SNDP വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 2 കോഴിക്കോട് നടക്കുന്ന ഈഴവ മഹാസംഗമത്തിന്റെ പ്രചരണാർത്ഥമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മലബാറിന്റെ മണ്ണിലേക്ക് നമ്മുടെ ആളുകൾ ചെന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, അതല്ലെങ്കിൽ മലപ്പുറത്ത്, അവിടെ ഗവൺമെന്റ് ഓഫീസുകളിലേക്കും അതല്ലെങ്കിൽ അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ എടുത്തു നോക്കിയാൽ നമ്മുടെ ആളുകൾ മുഴുവൻ തഴയപ്പെടുകയാണ്. ന്യൂനപക്ഷ സമുദായത്തിന് ന്യൂനപക്ഷ വകുപ്പിന്റെ ചെയർമാൻ പറയുന്നത് ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നാണ്. മണ്ണാർക്കാട് യൂണിയൻ പ്രസിഡന്റ് NR സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK ശിവദാസ്, അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി, സന്തോഷ് മലമ്പുഴ, KV പ്രസന്നൻ, CD തിലകരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഒറ്റപ്പാലത്ത് ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് M. ഹംസ MLA ഉദ്ഘാടനം ചെയ്തു. 8 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 400ഓളം പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായി ഭാരത്തിന്റെയും വയസ്സിന്റെയും അടിസ്ഥാനത്തിലാണ് മത്സരം. പാലക്കാട് ജില്ലാ നെഹ്റു യുവകേന്ദ്രയുടെയും ഷോറിൻ യു കരാട്ടെ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ K. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. പാറുക്കുട്ടി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗൌരി, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീവത്സൻ, P. ഗോപാലൻ, NN തോമസ്, D. ലോകനാഥൻ, മുഹമ്മദ് സുൽഫി എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് ആശുപത്രിപ്പടി കയറ്റത്തിൽ ചരക്ക് കയറ്റി വന്ന മിനി ലോറി ഭാരം താങ്ങാനാവാതെ നടുറോഡിൽ മുൻഭാഗം ഉയർന്നു നിന്നത് മണിക്കൂറുകളോളം ഗതാഗത തടസ്സത്തിന് കാരണമായി. പാലക്കാട് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ഈർച്ചപ്പൊടിയുമായി പോകുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും നാട്ടുകാരും ചേർന്ന് ഭാരം ഇറക്കി ലോറിയെ മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി ബിനീഷ് സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം MA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 24, 25 തീയതികളിലായാണ് ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ മുന്നോടിയായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് ബിനീഷ് സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ BC ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ, MK പ്രദീപ്, രാജേഷ്, രാകേഷ്, KS മധു, M. സുകുമാരൻ, CN ഷാജു ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം, വെള്ളിനേഴി, പൂക്കോട്ടുകാവ്, കടമ്പഴിപ്പുറം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ 32 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. കൂടാതെ എളമ്പുലാശ്ശേരിയിൽ ബിനീഷ് സ്മാരക വടംവലിയും സംഘടിപ്പിച്ചു. പട്ടാമ്പി റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നവംബർ 14 KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. CP മുഹമ്മദ് MLA, MB രാജേഷ് MB, DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, ഷാഫി പറമ്പിൽ MLA, CMA കരീം എന്നിവർ പങ്കെടുക്കുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് പരിധി ഉൾപ്പെടുത്തി പട്ടാമ്പി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ പട്ടാമ്പി കോഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നു. മെമ്പർമാർ ചേർത്ത് സൊസൈറ്റി നിലവിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി. 1329 നമ്പറായി സൊസൈറ്റി ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചു. ഈ മാസം 14-ാം തീയതി ബാങ്കിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ബഹുമാനനായ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ അധ്യക്ഷനായിട്ട് ബഹുമാനായ പട്ടാമ്പി MLA ശ്രീ CP മോഹൻ അവர்களാണ് അധ്യക്ഷനായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ആനമങ്ങാട് അത്തിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച സന്ധ്യയ്ക്കായിരുന്നു നിരവധി ഭക്തർ പങ്കെടുത്ത രുക്മിണി സ്വയംവരം നടന്നത്. ആനമങ്ങാട് അത്തിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആരംഭിച്ചത്. തിങ്കളാഴ്ച വരാഹാവതാരവും ബുധനാഴ്ച നരസിംഹാവതാരവും വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാരവും യജ്ഞാചാര്യർ പാരായണം ചെയ്തു. ഭക്തർക്ക് അറിവും ഭക്തിജ്ഞാനവും പകരുന്നതായിരുന്നു സപ്താഹയജ്ഞം. സ്ത്രീകളടക്കം നിരവധി ഭക്തർ പങ്കെടുത്ത രുക്മിണി സ്വയംവരം വെള്ളിയാഴ്ച സന്ധ്യയ്ക്കായിരുന്നു നടന്നത്. നാദസ്വരത്തിന്റെ അകമ്പടിയോടെ രുക്മിണി ദേവിയുടെ തിരുരൂപവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. ഘോഷയാത്രയായി അമ്പലം ചുറ്റിയ രുക്മിണി ദേവിയെ യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. കോട്ടയം തിരുനക്കര മധുസൂദന വാര്യരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭാഗവത സപ്താഹയജ്ഞത്തിൽ ചെങ്ങന്നൂർ മോഹന വാര്യർ, രാജേഷ്
കർത്തമശ്ശേരി എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഞായറാഴ്ച പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം പ്രസാദ ഊട്ടോടെ സപ്താഹയജ്ഞത്തിന് സമാപനമാവും. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സേവാ ശിബിരം തീർത്ഥാനയിൽ തുടങ്ങി. അഖില ഭാരതീയ സഹസേവാ പ്രമുഖ് മധുകർ ദീക്ഷിത് സേവാ ശിബിരം ഉദ്ഘാടനം ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയുടെ പ്രവർത്തനോദ്ദേശവും ആശയങ്ങളും മാധ്യമ ഇടപെടൽ കാരണം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെന്ന് മധുകർ ദീക്ഷിത് അഭിപ്രായപ്പെട്ടു. He or she will say, I know Vishwa Hindu Parishad as Jai Sri Ram. Ayodhya. You are all destructive people. One image created by media, in particular electronic media of Vishwa Hindu Parishad, a wrong concept that Vishwa Hindu Parishad people are all fanatics, fundamentally. And to approach them itself is difficult. So that image is of Vishwa Hindu Parishad. He mentioned during his address that when Vishwa Hindu Parishad was founded in Swami Chinmayanandaji's സ്വാഗത സംഘം ചെയർമാൻ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി രാജേഷ്, ബാലചന്ദ്രൻ, ശേഖരൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഞായറാഴ്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന സർക്കാർ ഡോക്ടർമാർക്ക് 20,000 രൂപ അധിക ശമ്പളം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ. കഴിഞ്ഞ സർക്കാരിന്റെ ആശുപത്രി വികസനം കടലാസിൽ മാത്രമായിരുന്നുവെന്നും മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിൽ മലപ്പുറം ജില്ല പുരോഗതിയുടെ പാതയിലെന്ന് മന്ത്രി മംഗലാംകുടിയേരി. കാലത്തിന്റെ മാറ്റമനുസരിച്ച് അധ്യാപകർ കഴിവുള്ളവർ ആയിരിക്കണമെന്നും മന്ത്രി. ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് SNDP വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ CPM പ്രക്ഷോഭം ആരംഭിക്കുന്നു. മലപ്പുറം ജില്ലയിലെ പ്രക്ഷോഭങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നും ആരംഭിച്ചു. നീതി വേഗത്തിൽ കിട്ടാൻ മണ്ണാർക്കാട് താലൂക്കിൽ സഞ്ചരിക്കുന്ന ലോക് അദാലത്ത് സംഘടിപ്പിക്കുന്നു. അദാലത്ത് ഈ മാസം 16 മുതൽ 20 വരെ വിവിധ കേന്ദ്രങ്ങളിൽ. പെരിന്തൽമണ്ണ താഴേക്കോട് കടകളിൽ പോലീസ് പരിശോധന. വിദ്യാലയങ്ങൾക്ക് സമീപത്തെ കടകളിൽ നിന്നും പാൻ മസാല പിടികൂടി. പൈക്ക സംസ്ഥാന ഗെയിംസ് പെരിന്തൽമണ്ണയിൽ നടക്കുന്നു. ഖോഖോ മത്സരത്തിൽ പാലക്കാട് ജില്ലയിലെ 2 ടീമുകളും ഫൈനലിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.